അട്ടപ്പാടിയിലെ അരി മോഷ്ടിച്ചെന്നാരോപിച്ച് ആദിവാസി യുവാവ് മധുവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷ ഇന്ന് പ്രഖ്യാപിക്കും. മണ്ണാർക്കാട് SC/ST കോടതിയാണ് ശിക്ഷ പ്രഖ്യാപിക്കുന്നത്. കേസിൽ 14 പ്രതികളും കുറ്റക്കാരനാണെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. ആൾക്കൂട്ടാക്രമണത്തിൽ മധു കൊല്ലപ്പെട്ട് 5 വർഷത്തിനു ശേഷമാണ് കേസിൽ കോടതി വിധി പറഞ്ഞത്. 16 പ്രതികളിൽ 14 പേർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. ഹുസൈൻ, മരക്കാർ, ഷംസുദ്ദീൻ, രാധാകൃഷ്ണൻ, അബൂബക്കർ, സിദ്ദിഖ്, ഉബൈദ്, നജീബ്, ജൈജിമോൻ, സജീവ്, സതീഷ്, ഹരീഷ്, ബിജു, മുനീർ എന്നിവരാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാകുറ്റം ഇവർക്കെതിരെ തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. IPC 304(2) വകുപ്പ് പ്രകാരം പരമാവധി 10 വർഷം തടവാണ് ശിക്ഷ. 4-ാം പ്രതി അനീഷ്, 11-ാം പ്രതി അബ്ദുൽ കരീം എന്നിവരെ കോടതി വെറുതെ വിട്ടു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചെന്നായിരുന്നു അനീഷിനെതിരായ കുറ്റം. മധുവിനെ കള്ളനെന്ന് വിളിച്ചാക്ഷേപിച്ചെന്നാണ് അബ്ദുൽ കരീമിനെതിരായ കുറ്റം. അതേസമയം മധുവിന് പൂർണ്ണമായ നീതി ലഭിച്ചില്ലെന്നായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം. രണ്ടുപേരെ വെറുതെ വിട്ടു എന്നുള്ളതിൽ ഞങ്ങൾ ഇതേപോലെ ഞങ്ങൾ എത്ര തന്നെ ഇങ്ങനെ പോരാടിയോ അതുപോലെ തന്നെ ഞങ്ങൾ പോരാടി ഇവരെയും ശിക്ഷിക്കാനുള്ള നടപടിയിലേക്ക് ഞങ്ങൾ ചെന്നെത്തും. എല്ലാവരും കുറ്റക്കാരാണ്. കേസിൽ 2 പേരെ വെറുതെ വിട്ടതിനെതിരെ സുപ്രീം കോടതി വരെ പോകുമെന്ന് മധുവിന്റെ കുടുംബം പറഞ്ഞു. വലിയ പ്രതിസന്ധികൾ നിറഞ്ഞ കേസിൽ ഇത്തരമൊരു വിധി വന്നതിൽ കോടതിയോട് നന്ദി പറയുകയാണെന്നും കുടുംബം പ്രതികരിച്ചു. നീതിപൂർവമായ വിധിയെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രതികരണം. മറികടക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന്. എന്തായാലും അനുകൂലമായ ഒരു വിധിയാണ്. 302-നെ സംബന്ധിച്ചിടത്തോളം അത് ജഡ്ജ്മെന്റ് കോപ്പി കിട്ടിയതിനു ശേഷം അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ 302-ന്റെ ഫയലിംഗിന്റെ സംബന്ധിച്ച് തീരുമാനിക്കുന്നത്. 2018 ഫെബ്രുവരി 22-നാണ് അട്ടപ്പാടി ആനവായി കടുമണ്ണൂരിലെ ആദിവാസി യുവാവ് മധു കൊല്ലപ്പെട്ടത്. മോഷണക്കുറ്റം ആരോപിച്ച് ഒരു സംഘം ആളുകൾ മധുവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.